ദുബായിയുടെ രാത്രിയിലെ മറ്റൊരു കാഴ്ചയിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് അൽറാസിൻ്റെ ഒരു സൈഡാണ്. ഇവിടെ നിങ്ങൾക്ക് ബോട്ട് സർവീസ് കാണാൻ സാധിക്കും. ഈ ബോട്ട് സർവീസ് എന്ന് പറയുന്നത് ഇവിടുത്തെ തൊട്ടടുത്ത സ്ഥലം എന്ന് പറയുന്നത് ഗുബൈബയാണ്. ഓക്കെ, ഈ വാട്ടർ മെട്രോയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു ചീപ്പർ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷനാണ്. അതായത് കേവലം 1 ദിർഹംസിന് നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഇവിടെ വന്നിട്ട് ഒരു ബോട്ട് റൈഡൊക്കെ ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായും ഇത് എന്ത് ചെയ്യും, യൂസ്ഫുള്ളാണ്. കാരണം 1 ദിർഹംസിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഗുബൈബയിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അൽറാസ് വന്നിട്ട് ഗുബൈബയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ആദ്യമായിട്ട് അൽറാസ് വന്നിട്ട് ഗുബൈബയിലേക്ക് എങ്ങനെ പോകാമെന്ന്, ചീപ്പായിട്ട് എങ്ങനെ പോകാമെന്നുള്ള ആളുകളോട് പറയാനുള്ളത്, മെട്രോയിൽ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 3 രൂപ അങ്ങോട്ടും, അതായത് 3 ദിർഹംസ് അങ്ങോട്ടും 3 ദിർഹംസ് ഇങ്ങോട്ടും, അതായത് മൊത്തം 6 രൂപ, അത് 6 ദിർഹംസിൻ്റെ ചിലവുണ്ട്. എന്നാൽ ഈ വാട്ടർ മെട്രോ എടുക്കുകയാണെങ്കിൽ 1 ദിർഹംസ് അങ്ങോട്ടും 1 ദിർഹംസ് ഇങ്ങോട്ടും. അപ്പം നിങ്ങൾക്ക് ചീപ്പർ മോഡിൽ 2 ദിർഹം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രീ ആയിട്ട് ഈ ഒരു കടലൊക്കെ ആസ്വദിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനെ പറ്റിയ നല്ല മികച്ച ഒരു സംഭവമാണിത്. അപ്പോൾ ദുബായിയുടെ ഒരു നൈറ്റ് വ്യൂ ആണിത്. ഇന്ന് സൺഡേ ആണ്. സൺഡേ ആയതുകൊണ്ട് തന്നെ സ്ട്രീറ്റൊക്കെ ഭയങ്കര കാലിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു കാഴ്ച എന്ന് പറയുന്നത്. നഗരത്തിലെ ഇരുണ്ട പ്രദേശത്തിലൂടെയുള്ള ഒരു യാത്രയാണ് വളരെ കളർഫുള്ളാണ്. മൊത്തത്തിൽ നല്ല കളർഫുൾ സ്ഥലമാണ്. പിന്നെ ഇവിടെ ആദ്യമായിട്ടൊക്കെ വരുന്ന ആളുകളോട് പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഇതൊരു ട്രാഫിക് സിഗ്നലാണ്. ഇവിടുത്തെ സിഗ്നൽ ട്രാഫിക് റൂൾസുകളൊക്കെ ഭയങ്കര എന്താ പറയുക, പെർഫെക്റ്റ്, പക്കാ പെർഫെക്റ്റാണ്. നാട്ടിലത്തെ പോലെ ഇങ്ങനെ ആളുകളെ അരപ്പിച്ച് വന്നിട്ടുള്ള ഒരു സിസ്റ്റമില്ല. ഇപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ സീബ്ര ക്രോസിംഗ് ലൈനുണ്ട്. ആ ലൈനിലൂടെ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ആളുകൾക്ക് യാത്ര ചെയ്യാൻ പറ്റും, അങ്ങോട്ട് ക്രോസ് ചെയ്യാൻ പാടുള്ളൂ എന്നാണ്. അപ്പോൾ സീബ്ര ക്രോസിലൂടെ പോകുന്ന സമയത്ത് അവിടെയും ഒരു ലൈറ്റ് സിസ്റ്റം ഉണ്ട്. അപ്പോൾ കൃത്യമായിട്ട് അത് ചെക്ക് ചെയ്ത് നമ്മുടെ ടേൺ ആയിട്ടുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ക്രോസ് ചെയ്യാൻ പാടുള്ളൂ. അല്ലാത്ത പക്ഷം ഭയങ്കര വലിയ ഫൈൻ ഉണ്ടാവാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഇതൊരു സീബ്ര ക്രോസ് ആണ്. അപ്പോൾ ഇതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, ഇത് ഫ്രീ ആയിട്ട് നമുക്ക് എപ്പോൾ ആണെങ്കിലും ഇതാക്കാൻ പറ്റും. ഇതിൻ്റെ പ്രത്യേകമുണ്ട്. അപ്പോൾ ആൾക്കാർ ഇതിലൂടെ പോകുന്നതുകൊണ്ട് ഇവിടെ എന്താണ്, വണ്ടി സ്റ്റോപ്പ് ചെയ്ത് കൊടുക്കും. അല്ലാത്ത കേസിൽ നമ്മൾ അവിടെ ഇപ്പോൾ നോക്കി കഴിഞ്ഞാൽ റെഡ് ലൈറ്റ് കത്തുന്നുണ്ട്. അപ്പോൾ ആളുകൾ ഇവിടെ നിൽക്കുന്നുണ്ട്, വെയിറ്റ് ചെയ്ത് നിൽക്കണം. ഓക്കെ, അവിടെ ഇപ്പോൾ ബട്ടൺ നിൽക്കാൻ പറ്റും. ഒരാൾ കൊണ്ട് ബട്ടൺ നിൽക്കി, അപ്പോൾ അവിടെ ഗ്രീന് കത്തിയതിന് ശേഷമാണ് ആളുകൾ പോകുന്നത്. അല്ലാത്ത പക്ഷം ക്രോസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അതാണ് ഇവിടുത്തെ റൂള്. ഓക്കെ, ഇതിലൂടെ നമുക്ക് ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ നടന്നു പോകാൻ പറ്റും. അല്ലാത്ത ഇങ്ങനത്തെ ക്രോസുകളിലൊക്കെ അതാണ് കറക്റ്റ് റെഡ് കത്തി, ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ട്രാൻസ്ഫർ അങ്ങോട്ടും യാത്ര ചെയ്യാൻ പാടില്ല. ഓക്കെ, അതാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ 2 കാര്യം നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഒന്ന്, ഇവിടുത്തെ ചീപ്പറായിട്ട് നമുക്ക് അൽറാസ് നിന്ന് ഗുബൈബയിലേക്ക് പോകുന്ന ആ സംഭവം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. രണ്ടാമത്തത് എങ്ങനെയാണ് ഇവിടുത്തെ ട്രാഫിക് റൂൾസ് എന്ന് പറയുന്നതാണ്. ഇനി മൂന്നാമത്തൊരു കാര്യം, ഇവിടെ ഇപ്പോൾ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷനിൽ ഒരു മോഡാണ് എന്ത്, നമ്മൾ പറഞ്ഞ പോലെ ഒന്ന് വാട്ടർ മെട്രോ, രണ്ടാമത്തെ സർവീസ് എന്ന് പറഞ്ഞാൽ റെയിൽ, അതായത് മെട്രോ റെയിലാണ്. മൂന്നാമത്തെ പറഞ്ഞാൽ ബസ് സർവീസാണ്. അപ്പോൾ ബസ് സർവീസിന് ഇവിടെ നിശ്ചിതമായ ബസ് സ്റ്റേഷനുകളൊക്കെ ഉണ്ടാവും. ഇതൊരു ബസ് സ്റ്റേഷനാണ്. അപ്പോൾ ഈ ബസ് സ്റ്റേഷനിൽ നിന്ന് ആളുകളൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇതൊരു പ്രത്യേകം ഫുൾ AC ആണ്, എയർ കണ്ടീഷൻഡാണ്. അതുപോലെ തന്നെ വൈഫൈ സൗകര്യം ഉണ്ടാകുന്നത് ഇതുപോലത്തെ മെട്രോ സ്റ്റേഷനിലും അതുപോലെ തന്നെ ബസ് സ്റ്റോപ്പുകളിലും ഒക്കെ എന്തുണ്ട്, വൈഫൈ സൗകര്യം ഉണ്ടാവും. പിന്നെ ഒരു മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിൽ പറഞ്ഞാൽ
ടാക്സികൾ, RTA ടാക്സികളുണ്ടാവും. പക്ഷേ ഇതിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് ഏറ്റവും സുഖകരമായിട്ട് പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നൊരു മാർഗ്ഗമാണ് നോൽ കാർഡ് എന്ന് പറഞ്ഞിട്ട് കാർഡുണ്ട്. അപ്പോൾ ഈ കാർഡ് റീചാർജ് ചെയ്യാൻ ഏറ്റവും സുഖം നമ്മൾക്ക് എന്താണ് മെട്രോ സ്റ്റേഷനിൽ വെച്ചിട്ടാണ് റീചാർജ് ചെയ്യാൻ ഏറ്റവും സുഖം. അതും ഒരു ഇൻഫോർമേഷനാണ് നമ്മൾ ഷെയർ ചെയ്യാനുള്ളത്. ഓക്കെ, അതും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഓക്കെ, നോൽ കാർഡ് മിനിമം 20 ദിർഹംസ് ആണ് നമുക്ക് റീചാർജ് ചെയ്യാൻ പറ്റുക. ഓക്കെ, മെഷീൻ യൂസ് ചെയ്തിട്ട് 20 ദിർഹം. ചില ആളുകളിപ്പം എന്താ പറയുക, ഇവിടുത്തെ കാർഡ് ATM കാർഡൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ATM കാർഡ് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. ATM കാർഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റീചാർജ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ഉള്ളൊരു വഴി എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ ആ ATM കൗണ്ടറിൽ പോലെ തന്നെ മെട്രോയിൽ നോൽ കാർഡിൻ്റെ കൗണ്ടർ ഉണ്ടാവും. ഈ കൗണ്ടറിൽ നമുക്ക് പൈസ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെയൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ കുറേ കാര്യങ്ങൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളും കാഴ്ചകളും ഒക്കെ ഉണ്ട്. ഇന്നിപ്പോൾ സൺഡേ ആയതുകൊണ്ട് ആളുകളൊക്കെ എന്താ പറയുക ഫ്രീ ആണ്. ഈ ഒരു സിഗ്നലിലൂടെ, ഈ ജിബ്ര ക്രോസിലൂടെ നമുക്ക് എപ്പോഴും ആണെങ്കിലും നടക്കാൻ പറ്റും. അപ്പോൾ ആളുകൾ വണ്ടി എന്ത് ചെയ്യണം, കറക്റ്റ് ആളുകൾ ഉണ്ടെങ്കിൽ നിർത്തി കൊടുക്കണം. കൃത്യമായിട്ടുള്ള ട്രാഫിക് നിയമങ്ങളാണ്. പിന്നെ ഇവിടെ കാണുന്ന മറ്റൊരു സന്നിധി ഇതുണ്ട്, ഇതൊരു കാർ പാർക്കിംഗ് ഏരിയയാണ്. ഇവിടെ ഏറ്റവും വലിയൊരു PL ഞാൻ കണ്ടു വെച്ചാൽ ഏറ്റവും വലിയൊരു PL. ഇവിടെ പലയിടത്തും പല റേറ്റാണ്. 1 മണിക്കൂർ വണ്ടി പാർക്ക് ചെയ്യുന്നതിന് ഇവിടുത്തെ ചാർജ് എന്ന് പറയുന്നത് 10 ദിർഹംസ് തൊട്ട് 20 ദിർഹംസൊക്കെ, അങ്ങനെ പല റേറ്റുകളിലായിട്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്. നല്ല പൈസ ഉണ്ടാക്കാൻ പറ്റുന്നൊരു മേഖലയാണ് ഈ പാർക്കിംഗ് സൗകര്യം എന്ന് പറയുന്നത്. ഇവിടെ പാർക്ക് ചെയ്തിട്ട് ആളുകൾ കയ്യിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, പൈസ നന്നായിട്ട് വാങ്ങുന്നുണ്ട്. ഓക്കെ, അത് ഇവിടുത്തെ ഒരു സംഭവമാണ്. എത്രത്തോളം ആളുകളെ കയ്യിൽ നിന്ന് പൈസ പേ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ഒരു പേ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ദുബായിലൊരു ഞാൻ കണ്ടൊരു വിഷയം എന്ന് പറയുന്നത്, ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇവിടുത്തെ എന്താണ് പാർക്കിംഗ് സൗകര്യം ഭയങ്കര എന്താ പറയുക ഡിഫിക്കൽട്ടാണ്. അപ്പോൾ വണ്ടി ഉണ്ട് കാര്യമില്ല, വണ്ടി ഉണ്ടായാലും എന്താണ് പാർക്കിംഗ് സൗകര്യം ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓക്കെ, ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഒരു വ്ളോഗിൽ നമ്മൾ പറയാൻ പോകുന്നത്. ഇനി പുതിയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് മറ്റൊരു വ്ളോഗിലൂടെ ബാക്കി കാഴ്ചകളും ഒക്കെ കാണാൻ പറ്റും. അപ്പം എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആളുകൾ എന്നെ സപ്പോർട്ട് ചെയ്യണം. മാക്സിമം ഇത് എല്ലാവരിലേക്കും ഷെയർ ചെയ്യാനും ഒക്കെ ചെയ്യാൻ പറ്റും. നിങ്ങൾ മാക്സിമം ശ്രമിക്കണം, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കണം. ഇപ്പം നല്ല ലോ ക്വാളിറ്റി ഉള്ള വീഡിയോസാണ് ചെയ്യുന്നത്. കാരണം എൻ്റെ കയ്യിൽ ആ ക്യാമറ അത്ര മോശം ക്യാമറയാണുള്ളത്, തുറന്ന് പറയാമല്ലോ. അപ്പോൾ നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്ത് നല്ല പൈസയൊക്കെ ആയി കഴിഞ്ഞാൽ എനിക്ക് നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് ഇവിടുത്തെ കാര്യം. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരെ നമ്മൾ സൈൻ ഓഫ് ചെയ്യാണ്. ബൈ.